വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പെർഫെക്ഷനിസം. ഇനി ഈ പെർഫെക്ഷനിസം കാരണം ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പെർഫെക്ഷനിസം ഓവർ ആകുന്നതനുസരിച്ച് പല കുടുംബങ്ങളും ഇംപെർഫെക്റ്റ് ആയി പോകാറുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ബാലൻസ് വരുത്തേണ്ടത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമ്മളോടൊപ്പം ഓൺ സ്ക്രീനിലുള്ളത് പോൾ ചേട്ടനും രാജി ചേച്ചിയാണ്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചേട്ടാ, ചേച്ചി, നമുക്ക് നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അതോടൊപ്പം ചില കാര്യങ്ങളൊക്കെ ഇച്ചിരിയും കൂടെ മെച്ചപ്പെടുത്താം എന്നൊക്കെ നമുക്ക് തോന്നാറും ഉണ്ടാകാം. ഇതിനൊക്കെ നമുക്കൊരു കറക്ഷൻ ആവശ്യമുണ്ട് അല്ലേ? പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കറക്ഷനൊക്കെ കൊടുക്കണം. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളൊരു നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ നിങ്ങൾ പരസ്പരം എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലേക്ക് ആ കറക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളത് ചെയ്യുന്നതെന്നൊന്ന് പങ്കുവെക്കാമോ ഞങ്ങളായിട്ട്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യലാണ് പെർഫെക്ഷനിസം. അങ്ങനെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ദൈവം സൃഷ്ടിച്ച എല്ലാത്തിലും ഒരു പെർഫെക്ഷൻ ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. ആ ഒരു നേച്ചർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മളിലും ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിലായിരിക്കണം, ഭംഗിയായിട്ട് ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നതും വീട്ടിൽ ഞാനാണ്. ഈ ടോപ്പിക്കിനെ പറ്റി ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റാണ് എന്നല്ല ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൽ ഞങ്ങൾ ദൈവകൃപയോടെ ഞങ്ങളതിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, വീട്ടിൽ ഒരാൾ ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ ഒരാളുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ രാജിയോടും കുട്ടികളോടൊക്കെ പറയുകയും ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, അത് എന്തിനാണ് ഞാനത് അങ്ങനെ പറയുന്നത്, എന്തിനാണ് അങ്ങനെ ഒരു ഓർഡർ വേണ്ടത് എന്ന് പറഞ്ഞത് എന്തിനാണെന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, ഇപ്പോൾ എല്ലാ വീട്ടിലുള്ളൊരു മേജർ ടോപ്പിക്കാണ് ഈ ജങ്ക് ഫുഡിൻ്റെ മേഖല. കുട്ടികളോട് എന്തിനാണ് നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കരുത്, അപ്പോൾ അത് ഇൻസിസ്റ്റ് ചെയ്യുന്നതോടെ കൂടെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, ഇപ്പം ഈ പ്രോസസ്ഡ് ഫുഡിലൊക്കെ പല കെമിക്കൽസ് ആഡഡ് ആണ്, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ അവരോട് കൂടെ ഷെയർ ചെയ്യും, ഒന്നിച്ചിരുന്ന് കാണുകയും ഒന്നിച്ചിരുന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ എല്ലാ ജങ്ക് ഫുഡും അവോയ്ഡ് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നില്ല എന്നൊന്നുമല്ല. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് അതൊക്കെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് പല സമയത്തും വാങ്ങിച്ചു കൊടുക്കുക, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എൻജോയ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിൽ കുറച്ച് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും ഈശോയുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് പേഴ്സണൽ പ്രെയർ, കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണം. പിന്നെ ഒരു മുറിയിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ലൈറ്റും ഫാനൊക്കെ ഓഫ് ചെയ്യണം, കാര്യങ്ങളൊന്നും വേസ്റ്റ് ചെയ്യരുത്. പിന്നെ അവർ പിയാനോ പഠിക്കുമ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അവർ പല സമയത്ത് ഇതൊക്കെ മറന്നുപോകും. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത്, ഞങ്ങൾ തന്നെ ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തില്ല, ഞങ്ങൾ തന്നെ ഓഫ് ചെയ്ത് നിങ്ങൾ മറന്നുപോയി, ഇനി അടുത്ത പ്രാവശ്യം ഓർക്കണം. ചില സമയത്ത് ചില കാര്യങ്ങളിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറയാറുണ്ട്. പക്ഷെ അതേസമയം ലീനിയൻ്റായിട്ടും അവർ മറന്നുപോയാൽ ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ, ഞാൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചുകൊണ്ട് അതിൽ വീഴ്ച വരുന്നില്ലെന്നല്ല. ചില ദിവസങ്ങളിൽ പിള്ളേർ പറയും, പപ്പ ഇന്ന് ഓഫീസിൽ പോയി സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യാണ്ടാണ് പോയത്. അപ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒന്നിച്ച് ഞങ്ങളത് ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുന്നു. പോള് പറഞ്ഞതുപോലെ വീട്ടിൽ പോള് എനിക്കും മക്കൾക്കൊക്കെ കറക്ഷൻസ് തരുമ്പോൾ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളത്, പോള് വളരെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതായത് ആദ്യം പോള് എങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് ഞാനും പോളും കൂടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ പോൾ എൻ്റെ അടുത്ത് നല്ലോണം അത് കൺവിൻസിങ് ആകുന്ന രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഇഗ്നോർ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ പോൾ എനിക്ക് ചിലപ്പോൾ ആർട്ടിക്കിൾസ് ഒക്കെ അയച്ചു തരും, ഇത് വായിച്ചു നോക്കൂ,
എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളത് വായിച്ചു നോക്കുമ്പോൾ നമുക്കും അത് കൺവിൻസിങ് ആണ്, ഇങ്ങനെയൊരു കറക്ഷൻ നമ്മുടെ വീട്ടിലേക്ക് നല്ലതാണ് എന്ന് പോൾ ആദ്യം എന്നെയാണ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം പോളിനോട് കൂടെ കോപ്പറേറ്റ് ചെയ്ത് അത് വീട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഞാനും പോൾ ഒരുമിച്ചാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം ഞാനും പോളും അതിൽ കൺവിൻസ്ഡായി, എന്നെ പോൾ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞാനത് വായിച്ച് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് ഒരുമിച്ചാണ് ഞാനും പോളും കൂടെ അത് മക്കളിലോട്ട് അത് ഇമ്പാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അത് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പമാണത് പ്രാക്ടീസ് ചെയ്യാനും അതിൽ വളരാനൊക്കെ. അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ചിലപ്പോൾ പോള് അപ്പൻ പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടിയും അത് അവർക്ക് ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ കുറച്ചും കൂടി ഒരു സൂത്തിങ് ആയിട്ടൊക്കെ കുറച്ചും കൂടി ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവർ ആദ്യമൊക്കെ നമ്മുടെ ഒരു റെഗുലർ ഫോളോ അപ്പ് ആവശ്യം വരും. പക്ഷേ പിന്നീട് നമ്മൾ ഒരുമിച്ചാണ്, പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും വീഴ്ചകൾ വരുമ്പോൾ അവരും ചിലപ്പോൾ അത് പോയിന്റ് ഔട്ട് ചെയ്യും. അപ്പം നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് ആ ജേണിയിൽ പോകുന്നു. അങ്ങനെയാണ് ഞങ്ങളത് കറക്ഷൻസ് വീട്ടിൽ കൊണ്ടുവരുന്നത്. പിന്നെ പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നത് കാണുന്നത് എനിക്കും മക്കൾക്കും കൂടെ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. വെറുതെ പറയുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന കൂടി ഉള്ളത് ഞങ്ങളും കാണുമ്പോൾ അത് ഞങ്ങൾക്കത് വളരെ കൺവിൻസിങ് ആണ്, ഞങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും കൂടെയാണ്. യെസ് ചേട്ടാ, പലപ്പോഴും നമ്മൾ ഈ കറക്ഷൻസ് ഒക്കെ പറയുമ്പോഴൊക്കെ ഈ പെർഫെക്ഷനിസം ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഓവറായി പോകാറുണ്ട്. പലപ്പോഴും വ്യക്തികളെയൊന്നും കൺസിഡർ ചെയ്യാണ്ട് സാഹചര്യങ്ങളൊന്നും നോക്കാണ്ടൊക്കെ ഇച്ചിരി ഓവറായിട്ട് നമ്മൾ പെർഫെക്ഷനിസം വരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ബാലൻസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾ പങ്കുവെക്കാമോ? അപ്പം ഓരോ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ ചെയ്യണം എന്നൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പം ഈ മേഖലയിൽ ഞാൻ അവെയറാണ് ഇങ്ങനെയൊരു നേച്ചറുണ്ട്, അതൊരു എക്സ്ട്രീമിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നും കൂടി അവെയറാണ്. അപ്പോൾ പല കാര്യങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അവെയർനെസ് വെച്ചിട്ടാണ് ഞാൻ അതവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. അതേപോലെ വീട്ടിലെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ചിലപ്പം രാജി ടയർഡായിരിക്കും, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ കുഞ്ഞുമാവെയുള്ളൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും രാജിക്ക് ഉറക്കം നഷ്ടപ്പെടുകയും വളരെ ടയർഡായിട്ടുള്ള സമയമാണ്. അതുപോലെ ചില സമയത്ത് ജോലി തിരക്കുണ്ടാവാറുണ്ട്, ജോലി തിരക്കിൻ്റെ സമയം, കുട്ടികൾക്ക് ചിലപ്പോൾ എക്സാമിൻ്റെ സമയമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വല്ല കോമ്പറ്റീഷൻ്റെയൊക്കെ സമയമായിരിക്കും, അല്ലെങ്കിൽ അവർ സിക്കായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് ആ സാഹചര്യങ്ങളോട് നോക്കിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അതിലും പെർഫെക്റ്റ് അല്ല, പലപ്പോഴും അവിടെയും വീഴ്ച വരുന്നുണ്ട്, അതിൽ കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്. എന്നാൽ പോലും സാഹചര്യം മനസ്സിലാക്കിയാണ് ഇത് പറയുന്നതെന്ന് രാജിക്കും പിള്ളേർക്കും തോന്നുമ്പോൾ ആ കോൺഫ്ലിക്ട്സ് കുറവാണ്. ഇതിലും ഞങ്ങൾ ഒന്നിച്ച് ഈശോയുടെ കൃപയോടെ ആ ഒരു മേഖലയിലും ഞങ്ങൾ വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെനിക്ക് ആഡ് ചെയ്യാനുള്ളത്, വിവാഹം കഴിയുന്ന നാളുകളിൽ ആദ്യമായിട്ട് പോളിൻ്റെ ലൈഫിലൂടെ ഞാൻ വരുന്ന സമയത്ത്, അപ്പോൾ ഹസ്ബൻഡും വൈഫും കോംപ്ലിമെൻ്ററി ആണല്ലേ. അപ്പോൾ ആദ്യത്തെ കാലത്തൊന്നും ഈ ഒരു പോളിൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊന്നും ഒരു ഫോഴ്സോടുകൂടെ എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പോലെയൊന്നും തോന്നിയിട്ടില്ല. പോൾ എനിക്ക് നല്ലോണം സ്പേസ് തന്നിട്ടാണ് പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസ് തന്നതുകൊണ്ട് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടും സ്ട്രഗിൾ ഇല്ലായിരുന്നെന്നല്ല, പക്ഷേ അത് കുറച്ചും കൂടെയും ഈസി ആയിരുന്നു എനിക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പോളിൻ്റെ ഒരു നേച്ചറാണ് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പ്രോസ് കോൺസ് എല്ലാം അനലൈസ് ചെയ്ത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ നേച്ചർ കുറച്ച് ഓപ്പോസിറ്റാണ്. അപ്പോൾ ആദ്യമൊക്കെ ഒരു ചെറിയൊരു സ്ട്രഗിൾ ആ സമയത്ത് വന്നിരുന്നെങ്കിലും പിന്നെ ഗ്രാജുവലി ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് ആ വിവാഹം എന്ന കൂദാശയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രേസ് ആണ്, അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാൻ. അപ്പം ഞാനും പോളും ചിലപ്പോൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേഷൻസ് വഴി ഞങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയൊരു സ്ട്രഗിൾ ആ ഒരു ഏരിയയിലുള്ളത് സംസാരിച്ച് ഒരു മീഡിയം ഒരു ലെവലിലോട്ട് നമ്മൾ വന്ന് അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലിക്ട്സും അല്ലെങ്കിൽ സ്ട്രഗിൾസൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഒരുമിച്ചൊരു പ്രോപ്പർ വേ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ കൂടെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോള് ഈ സാഹചര്യങ്ങൾ അറിഞ്ഞാണ് നമ്മളോട് ഇൻസിസ്റ്റൻസ് ഒക്കെ പറയുന്നതെന്ന് എനിക്ക് കുറച്ചും കൂടെയും ഒരു പേഴ്സണൽ ലെവലിൽ മനസ്സിലാവുന്ന ഈ ലോക്ക്ഡൗൺ പീരീഡിലാണ്. അപ്പോൾ നമ്മൾക്ക് സഹായിക്കാനുള്ള ചേച്ചിയൊക്കെ നാട്ടിൽ പോയ സമയമാണ്.
കുഞ്ഞ് അന്ന് 6-7 മാസേ പ്രായമുള്ളൂ. അപ്പോൾ ആ സമയത്ത് പോളും വളരെ ബിസി ആയിരുന്നു വർക്ക് ഷെഡ്യൂളായിട്ട്. മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് മൂത്തവർക്ക് നടക്കുന്നു, ചെറിയ കുഞ്ഞു ആവേണ്ട. അപ്പോൾ ആ സമയത്ത് എല്ലാം കൂടെ ഞാനിങ്ങനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കുമ്പോൾ പോൾ ഒരിക്കലും അത് പോളിൻ്റെ ചില നിർബന്ധങ്ങൾ അല്ലെങ്കിൽ പോളിൻ്റെ ചില ആഗ്രഹങ്ങളൊക്കെ പോള് തന്നെ മാറ്റിവെച്ച് കുഴപ്പമില്ല, അതിപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യമല്ലേ, നമുക്കത് പതുക്കെ ശരിയാക്കാം. അപ്പോൾ ആ സമയത്ത് എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ടും ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെയുള്ള നിർബന്ധങ്ങളും ആ ഒരു ചേഞ്ചസും ആ ഒരു ഡിസിപ്ലിനൊക്കെ വരുത്താൻ ശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ കൺവിൻസിങ് ആവാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് ഫോളോ ചെയ്യാനും ഒക്കെ ഒരു മോട്ടിവേഷൻ കൂടിയാണ്. അത് ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഏരിയ ആയി വരുന്നില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒന്നിച്ച് സോൾവ് ചെയ്യുക, ഒന്നിച്ച് ഇതിന് മുമ്പോട്ട് പോവുക, ഒന്നിച്ച് വളരുക, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവർ ഷെയർ ചെയ്യാനുണ്ട്. ഇവരുടെ ജീവിത എക്സ്പീരിയൻസിലൊക്കെ ലൈഫിൽ എങ്ങനെ പെർഫെക്ഷനിസം ഒരു ബാലൻസ് ആക്കി കുടുംബജീവിതത്തിൽ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഇവർ പറഞ്ഞത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു ചേച്ചി. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് ടോജിൻ ചേട്ടനും മീനും ചേച്ചിയും അപ്പുറത്ത് സ്ക്രീനിൽ ഉണ്ട്. അവരൊരു അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം, അവരിലേക്ക് പോകാം. യെസ് ചേട്ടാ, ആരാണ് ഇന്നത്തെ അതിഥി? അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ള വിശിഷ്ട അതിഥി അല്ലെങ്കിൽ നമ്മോടൊപ്പം ഉള്ള റിസോഴ്സ് വേറെ ആരുമല്ല, പലർക്കും സുപരിചിതനായിരിക്കും. ബോണി ചേട്ടനാണ്. ബോണി ചെല്ലാനം. ചേട്ടൻ്റെ വീട് ചെല്ലാനത്താണ്. വീട്ടിലെ അപ്പച്ചൻ, അമ്മച്ചി, വൈഫ്, പിന്നെ പറഞ്ഞിരിക്കുന്ന 3 രാജ്ഞിമാരാണ് കേട്ടോ വീട്ടിലുള്ളത്. ചേട്ടൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. സോ വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം ചേട്ടാ. ഓക്കെ, അപ്പം ചേട്ടാ ഡയറക്റ്റ് വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ പെർഫെക്ഷനിസം എന്താണെന്നൊന്ന് ഷെയർ ചെയ്യാവോ? അതുപോലെ അത് ആ വ്യക്തിയിലും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അതും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ ചേട്ടാ? പെർഫെക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം പരിപൂർണത എന്നാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ ജനിക്കുകയല്ല പണിയപ്പെടുകയാണെന്ന് പറയുന്നത്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. സൈക്കോളജിയിൽ പറയുന്നത് മനുഷ്യൻ ജനിക്കുകയല്ല പണിയപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓരോ സമയത്ത് കിട്ടുന്ന അറിവുകൾ, അനുഭവങ്ങൾ, ഇവയിലൂടെ ഒരു മനുഷ്യൻ പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് വരികയാണ്. മാതാപിതാക്കളും ടീച്ചേഴ്സും സമൂഹവും സംസ്കാരവും വാല്യൂസും എല്ലാം അതാണ് ചെയ്യുന്നത്, മനുഷ്യരെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഈ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ മനുഷ്യർ വരാൻ നേരത്ത് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന കാര്യം 2 തരത്തിൽ സംഭവിക്കാം. ഒന്ന് ഓവർ പെർഫെക്ഷനിസം, ഈ പരിപൂർണ്ണ തന്നെ അങ്ങ് കൂടുതലാവും. ഞാൻ ചെയ്താലേ ശരിയാവുകയുള്ളൂ, ഞാൻ ചെയ്യുന്നതാണ് കറക്റ്റ്, എല്ലാം കൃത്യമായിട്ടിരിക്കണം, അതാണ് ഓവർ പെർഫെക്ഷനിസം. രണ്ടാമത്തേത് ഓവർ ഇംപെർഫെക്ഷനിസം, എന്ത് ചെയ്താലും ശരിയാവത്തില്ല, ഒരു അടുക്കും ചിട്ട ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള 2 ആൾക്കാർ ഒരുമിച്ച് വന്നാൽ ഉള്ള പ്രശ്നമാണ് ഇത്. മനസ്സിലാക്കപ്പെടുന്നില്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാവും. ഇപ്പോൾ ഈ ഓവർ പെർഫെക്ഷനുള്ള ആൾക്കാർ എല്ലാം പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സമയം ഒത്തിരി എടുക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രോജക്റ്റ് തീർക്കാൻ പറ്റാതെ വരും. അവരൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ശരിയായില്ല, വീണ്ടും വായിക്കാൻ തോന്നും. അങ്ങനെ വരുമ്പോൾ ആ ബുക്ക് വായിച്ച് തീർക്കാൻ സമയമെടുക്കും. ഇനി ഓവർ ഇംപെർഫെക്ഷനുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യത്തില്ല. ഇത് 2 കൂട്ടരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യം വരും. അവരും ചിലപ്പോൾ ദേഷ്യം വരും, അങ്ങനെയുള്ള പ്രശ്നം വരും, സമയം കൃത്യമായിട്ട് പാലിക്കാതെ വരും. ഇനി ഓവർ ഇംപെർഫെക്ഷനുള്ള ആൾക്കാർ അവർ ഒരു കാര്യവും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവർക്കും കൃത്യമായിട്ടൊന്നും തീർക്കാൻ പറ്റാതെ വരും. ഇതാണ് ഏറ്റവും ഷോർട്ടാക്കി പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത് സത്യത്തിൽ ഇതിൻ്റെ 2ൻ്റെ നടുക്ക് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ 2ൻ്റെ നടുക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്യണം, എന്നാൽ കുറവുള്ള മനുഷ്യരെ മനസ്സിലാക്കണം. അതാണ് ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഓവർ പെർഫെക്ഷനിസ്റ്റ് ആണോ അല്ലയോ, ഐ മീൻ ആണോ എന്ന് എനിക്കെങ്ങനെ ഒന്ന് പരിശോധിക്കാൻ പറ്റുക? അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ തന്നെ എന്താ ചെയ്യേണ്ടത്? ഓവർ പെർഫെക്ഷനിസ്റ്റ് ആണോ ഞാനെന്ന് പരിശോധിക്കാൻ കഴിയുന്നതിന്
അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഈ ഞാൻ അങ്ങനെയാണോ എന്ന് തിരിച്ചറിയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു അവയർനെസ് ഉണ്ടാകുക. കാരണം എനിക്കെല്ലാം നന്നായിട്ട് ചെയ്ത് കാണണം, ഞാൻ എല്ലാം ഓവറായിട്ട് പെർഫെക്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. കൂടെയുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം തെറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ അവരെ ഉറക്കെ സംസാരിക്കും, എല്ലാ തരത്തിലും പ്രശ്നങ്ങളാവും. അപ്പോൾ എനിക്ക് ഈ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്നൊരു അവയർനെസ് സ്വയം കണ്ടെത്താൻ കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. അതിനാണ് എല്ലാ ദിവസവും ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത് എന്ന് സ്വയം കണ്ടെത്താൻ കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. പക്ഷേ ഒരു കാര്യമുള്ളത്, സ്വയം ഇത് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. എൻ്റെ കുറവുകൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്താണ് അതിനുള്ള വഴി? എൻ്റെ കൂടെ നിരന്തരം ജീവിക്കുന്ന ചിലപ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, അല്ലെ എന്നോടൊപ്പം ഉള്ളവർ, എന്നോടൊപ്പം ജോലി ചെയ്യുന്നവർ, അവർ ചിലപ്പോൾ പറയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. ആ ഒരു അവെയർ എനിക്ക് വേണം. ആ ഒരു അവബോധത്തിലേക്ക് ഞാൻ വന്നു കഴിയുമ്പോൾ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, എൽഡറിങ്ങും പാസ്റ്ററിങ്ങും കൃത്യമായിട്ട് നടത്തുന്നവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാകണം. ഒരു ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ മാസവും ഒരു എൽഡറിങ് നടത്തുക, പാസ്റ്ററിങ് നടത്തുക. അപ്പം നമ്മളെല്ലാ മാസവും അവർ അറിയുമ്പോൾ അവർക്ക് നമ്മളെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവർ നമ്മളെ ഗൈഡ് ചെയ്യും, ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവസന്നിധിയിൽ ഇരുന്നൊരു ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഒരു ഹീലിങ്ങിലൂടെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മാറിയിട്ടുള്ളവർ ധാരാളം പേരുണ്ട്. അതാണ് അതിനുള്ളൊരു വഴി. ബോണി ചേട്ടാ, ഞാനിപ്പോൾ ബൈബിളിലൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈശോ നമ്മളോട് പറയാറുള്ളത് പിതാവിനെ പോലെ പരിപൂർണനാകാനാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പിതാവിനെ പോലെ പരിപൂർണനാകുക എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ അപ്പനാണ്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, കരുതലിൻ്റെ കാര്യത്തിലൊക്കെ പെർഫെക്റ്റാണ് അപ്പൻ. എന്നാൽ മകൻ നേരെ തിരിച്ച് എല്ലാ കാര്യങ്ങളും ഇംപെർഫെക്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഒരു കൃത്യതയില്ല, വാങ്ങിക്കൊണ്ട് പോകുന്നു, എല്ലാം പ്രശ്നത്തിലാക്കുമ്പോഴും ഈ പെർഫെക്റ്റായിട്ടുള്ള അപ്പനെന്ന് പറയുന്ന ഈ പിതാവ് കാത്തിരിക്കാൻ, കുറ്റപ്പെടുത്തലില്ല, നീ ഇത്രയും നാൾ എവിടെയാണെന്ന് ചോദിക്കുന്നില്ല, വെറുതെ കെട്ടിപ്പിടിച്ച് എൻ്റെ മകനെ നീ തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞ്. ഇതാണ് സത്യം പറഞ്ഞ പെർഫെക്ഷനിസം അല്ലെങ്കിൽ പരിപൂർണത. പിതാവിനെ പോലെ പരിപൂർണനാകുക എന്ന് പറയുന്ന ഇതാണ്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്നു, കൂടെയുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കുകയും അവരെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പിതാവിനെ പോലെ പരിപൂർണരായിരിക്കുക എന്ന് പറയുന്നത്. എനിക്ക് പരിചയമുള്ളൊരു ഫാമിലിയിലൊരു ചേച്ചിയും ഈ നേരത്തെ പറഞ്ഞ പോലെ ഓവർ പെർഫെക്ഷനിസ്റ്റാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം. ചേച്ചിയുടെ ഭർത്താവ് നേരെ തിരിച്ചാണ്, വളരെ സ്ലോയാണ്, മറവിയാണ്. ചേച്ചിക്ക് ഈ ഓവർ പെർഫെക്ഷനിസം ഉള്ളതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു അവയർനെസ് ചേച്ചിക്കുണ്ടായി. ചേച്ചി ദൈവസന്നിധിയിലിരുന്നു. ഇപ്പോൾ നിലവിൽ അവരുടെ ഫാമിലിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ചേട്ടന് പഴയ ആ ഓർമ്മയില്ലായ്മയും സ്ലോ ആയിട്ടുള്ള അവസ്ഥയും ഒക്കെ നിലവിലുണ്ട്. പക്ഷേ ചേച്ചി മാറി. ചേച്ചിക്ക് ആ ഒരു ഹീലിംഗ് കിട്ടി, ദേഷ്യം കുറഞ്ഞു. അപ്പോൾ മറ്റേയാൾ അതേപടി തന്നെ ഇരിക്കുമ്പോഴും ഇവിടെ ഒരാൾ സ്വയം കണ്ടെത്തുകയും ആ ഒരു ഹീലിങ്ങിലേക്ക് വരികയും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും തൻ്റെ കൂടെയുള്ള ആൾക്ക് പ്രശ്നമുണ്ടെന്ന് കരുതി കുറ്റപ്പെടുത്തലില്ല, അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിന് തനിക്ക് എങ്ങനെ അതിന് കൂടെ സഹായിക്കാൻ പറ്റും, സാരമില്ലെന്ന് പറയാൻ പറ്റും, ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ പറ്റും, അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് വളർന്നു. അപ്പോൾ നമുക്ക് ഈ പരിപൂർണത, പിതാവിനെ പോലെ പരിപൂർണരാകുക എന്ന് പറയുന്ന ഒരു ഹീലിംഗ് ആണ് അതിന് വേണ്ടത്. അതിന് ഈശോയുടെ സന്നിധിയിൽ തന്നെ ഇരിക്കണം. ഈശോ ഒരു ഹീലിംഗ് നൽകിക്കഴിഞ്ഞാൽ, ഒരു സൗഖ്യം നൽകിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനും പറ്റും, കുറവുള്ളവരെ ചേർത്ത് പിടിക്കാനും പറ്റും. അപ്പം ചേട്ടൻ എന്തായാലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കുറേ ആശയങ്ങളിൽ നമ്മുടെ അടുത്ത് പങ്കുവച്ചു. അതായത് പെർഫെക്റ്റ് ആവാൻ നോക്കുക, അത് നല്ലതാണ്. പക്ഷേ അതേസമയം മറ്റുള്ളവരുടെ കുറവുകളും അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം, അല്ലേ? അതുപോലെ പരിപൂർണത എന്ന് പറയുമ്പം ദൈവത്തെ പോലെ ക്ഷമിക്കാനും ദൈവത്തെ പോലെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് പറ്റണം എന്നുള്ളത്, അല്ലേ ചേട്ടാ? അപ്പം അതുപോലെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. ബാക്ക് ടു യു ഡെൽറിയ.
താങ്ക് യു ടോവിൻ ചേട്ടാ, താങ്ക് യു മീന ചേച്ചി. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അച്ഛൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അച്ഛൻ എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെർഫെക്ഷനിസം, എല്ലാത്തിലും ഒരു പൂർണ്ണത വേണമെന്നുള്ള ആഗ്രഹം, ഇതൊരു പോസിറ്റീവ് പെർഫെക്ഷനിസം ഒന്നും നെഗറ്റീവ് പെർഫെക്ഷനിസം ഒന്നും രണ്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സൈക്കോളജിയിലൊക്കെ ഈ നെഗറ്റീവ് പെർഫെക്ഷനിസം ഒരു ചെറിയ രീതിയിലുള്ള ഡിസീസ് ആയിട്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പ്രത്യേകിച്ച് അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കണം, അവർക്ക് കൂടുതൽ കെയറും കമ്പാഷനൊക്കെ വേണ്ടതാണ്. അതുകൊണ്ടാണ് അതിനെ ആദ്യം പറയാമെന്ന് വെച്ചത്. ചിലപ്പോൾ വീട്ടിലൊക്കെ സാധാരണക്കാർ കപ്പിൾസിലുണ്ടല്ലോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവം ഒരു മ്യൂച്വലി നന്നായിട്ട് കൊടുക്കാവുന്ന രീതിയിലേ കൊടുക്കത്തുള്ളൂ. ഒരാൾ നല്ല ഹൈ പെർഫെക്ഷനുള്ള ആയിരിക്കും, ഒരാൾ ഇച്ചിരിയൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. അങ്ങനെ ആകുമ്പോഴല്ലേ ഫാമിലി ലൈഫ് അങ്ങ് സിങ്ക് ആയിട്ട് പോകത്തുള്ളൂ. ഈ നെഗറ്റീവ് പെർഫെക്ഷൻസ് ഉള്ള ആൾ പലപ്പോഴും ഇങ്ങനെ സൈക്കോളജിക്കലായിട്ട് പറയുവാണെങ്കിൽ പുവർ സെൽഫ് എസ്റ്റീം ഉള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി സെറ്റിലാവാത്ത പാസ്റ്റിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൈലി ഈഗോയിസ്റ്റിക് ആയിരിക്കും, ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉള്ള ആളായിരിക്കും. ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഈ ഒരു നെഗറ്റീവ് പെർഫെക്ഷൻസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ കരുതലോടെ, ബാക്കിയുള്ളവർ നിങ്ങളുടെ പാർട്ട്ണർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ കരുതണം കേട്ടോ. കാരണം ചിലപ്പോൾ അതൊരു ഈ നമ്മളെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെയുള്ള ചില സിക്നസ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അതൊന്ന് ആദ്യം ഇൻട്രോ ആയിട്ട് പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി സൈഡിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊരു നെഗറ്റീവായിട്ടുള്ള പെർഫെക്ഷനിസം ലൈഫിലുള്ള ആൾ മിക്കൊരു നല്ല ദുരന്തമാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദുരന്തമാവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അറിയാമോ, അയാൾ തന്നെ എപ്പോഴും എല്ലാത്തിലും സ്ട്രിക്റ്റ് ആയിരിക്കും, എല്ലാത്തിലും കമൻറ്റ് ചെയ്യും, എല്ലാത്തിലും ഒരു നെഗറ്റീവ് കണ്ടുകൊണ്ടിരിക്കും, എല്ലാത്തിലും കറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഓഫീസിലായാലും വീട്ടിലായാലും അയാളെ ചുറ്റും വർക്ക് ചെയ്യുന്നവരും അയാൾ കൂടെ ജീവിക്കുന്നവരൊക്കെ ശരിക്കും സഹിക്കും. കാരണം പുള്ളി എപ്പോഴും ഇങ്ങനെ നോ 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 പറഞ്ഞ് എല്ലാത്തിനും കറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അങ്ങനൊരു ഭർത്താവാണെങ്കിലുണ്ടല്ലോ, ഭാര്യയെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം കുറ്റം കണ്ടുപിടിക്കും, എല്ലാ മുക്കിലും മുല്ലും പൊടി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, എല്ലാത്തിലും കറക്ഷൻ. അപ്പോൾ തന്നെ നാച്ചുറലി വീടിൻ്റെ സമാധാനം പോയി കിട്ടും. അങ്ങനെയുള്ള അപ്പനോ അമ്മയൊക്കെ ആണെങ്കിൽ മക്കൾ ശരിക്കും സഫർ ചെയ്യും. കാരണം അവരുടെ ഓപ്പൺനെസ്സും കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകും. കാരണം അവർക്ക് ഓപ്പൺ ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. പറയുന്ന എല്ലാത്തിനും കുറ്റമായിരിക്കും, ചെയ്യുന്ന എല്ലാത്തിനും തെറ്റായിരിക്കും. അങ്ങനെ ആകുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോകും. അതുകൊണ്ട് പേരൻസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൈൽഡ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി. അതൊരു വലിയ രോഗമോ വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒരു നല്ലൊരു ഒരു വളരെ സന്തോഷാത്മകമായ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെപ്പറ്റി നന്നായിട്ട് അവയർനെസ് ഉണ്ടായിരിക്കണം, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് പെർഫെക്ഷനിസം കൈവച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു നേച്ചറുള്ളവർക്ക് അവർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരുടെ ബഹുമാനം നഷ്ടപ്പെടും, മറ്റുള്ളവരുടെ സ്നേഹം നഷ്ടപ്പെടും, അവർക്ക് ഒട്ടും അനുകമ്പയില്ലാതായി പോകും. അതേഴ്സൊക്കെ ഒരു ഒബ്ജക്റ്റായിട്ട് മാറുമേ. അവരെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട, ഇന്ന കാര്യങ്ങളായിട്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റായിട്ട് മാറും. ഇവർ ബെസ്റ്റ് അല്ല സീക്ക് ചെയ്യുന്നത്, ഇവർ പെർഫെക്റ്റ് ആണ് സീക്ക് ചെയ്യുന്നത്. എന്നുള്ള ബെസ്റ്റ് അല്ല, പെർഫെക്റ്റ് സീക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ബൈബിളിൽ തന്നെ പറയുന്നില്ല, ഈശോ പറയുന്ന ഏറ്റവും നല്ല ഒരു ഈ നല്ല വിത്ത് രൂപം പറയുന്നുണ്ടല്ലോ. പല സ്ഥലത്ത് വീണ് തകർന്നു പോയ വിത്തുകളുണ്ട്, പക്ഷെ അവസാനം നല്ല നിലത്ത് വീണ് വിത്തിനെ പറ്റി പോലും ഈശോ എന്താ പറയുന്നത്? ചിലത് 30 മേനി, ചിലത് 60 മേനി, ചിലത് 80 മേനി, ചിലത് 100 മേനി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് 100 മേനി റിസൾട്ട് കിട്ടാൻ പറ്റുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. ചിലരിൽ 30 ഉള്ളൂ, അത് ദൈവം പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് പേരൻസിന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പെർഫെക്ഷനിസം കൊണ്ടു നടക്കുന്ന പേരൻസ് മക്കളെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും അവരെ തകർത്ത് കളയാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് എല്ലാത്തിലും 100 വേണം. നമ്മുടെ മക്കൾക്ക് 100ൽ 100 കിട്ടുക എന്നുള്ളത് ദൈവം തന്നെ പറഞ്ഞ് 30, 80 കിട്ടുന്നതെല്ലാം സൂപ്പറാന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ 100ൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഓൺ ദ അതർ സൈഡ് വിചാരിച്ച് നോക്കി, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഈ പെർഫെക്ഷനിസം ഒരു ക്വാളിറ്റി ആയിട്ട് കൊണ്ടു നടക്കുന്ന പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതൊരു ഭയങ്കര സ്ട്രിക്റ്റ് ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടു നടക്കുന്ന പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈശോയുടെ ലൈഫായിട്ട് ബന്ധിപ്പിച്ച് നോക്കി. ഈശോ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തം എന്നറിയാമോ? നമുക്ക് രക്ഷ എന്നുള്ള സാധനം വരാനില്ല. ഈശോയുടെ ശിഷ്യന്മാരൊക്കെ അവസാനം വെച്ച് നോക്കി, പത്രോസ് ഉൾപ്പെടെയുള്ള ടീമിൻ്റെയൊക്കെ അവസാനം വെച്ച് നോക്കി, ഈ പെർഫെക്ഷനിസം വെച്ച് കൊടുക്കുന്ന ഈശോയൊക്കെ ആണെങ്കിൽ പണ്ട് ഈശോ അവരൊക്കെ തെരണ്ടിവാളിനടിച്ച് ഓടിച്ചേനെ. കാരണം ഒരു രീതിയിലും കൊണ്ടു നടക്കാൻ പറ്റാത്ത, ഒരു രീതിയിലും 100% കിട്ടിയാത്ത ആൾക്കാരായിരുന്നു ഈ പത്രോസും കൂട്ടരൊക്കെ. ഇനി നമ്മുടെയൊക്കെ ഒരു കുമ്പസാരക്കൂട് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ പെർഫെക്ഷനിസ്റ്റുകളൊക്കെ കുമ്പസാരക്കൂടിലേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഈശോ എങ്ങാനും പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നമുക്ക് എവിടെയെങ്കിലും കരുണ കിട്ടുമോ? അതുകൊണ്ട് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് കരുണയിലാണ് പെർഫെക്ഷനിസം. നമ്മൾ ബൈബിളിൽ തന്നെ ഈശോ മത്തായി സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, ബി പെർഫെക്റ്റ് ആസ് മൈ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. ഇതേ മലയിലെ പ്രസംഗം തന്നെ വലിയ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ലൂക്ക പറയുന്നത് എന്താണ്? ബി മേഴ്സിഫുൾ ആസ് മൈ ഹെവൻലി ഫാദർ ഈസ് മേഴ്സിഫുൾ. ഈ പെർഫെക്ഷൻ ഇങ്ങോട്ട് വരുമ്പോൾ കരുണയായി. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തെ കരുണയുടെ സുവിശേഷം എന്നൊക്കെ പറയുന്നത്. ഈശോ കരുണയിലാണ് ഈ പെർഫെക്ഷനിസം പൂർണ്ണത കണ്ടെത്തിയത്.
അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു പൂർണ്ണത വ്യക്തിയായ പല കാര്യങ്ങളിലും പൂർണ്ണതയുള്ള വ്യക്തിയാണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ അപൂർണതകൾ ചേർത്ത് പിടിച്ച് അതിനെ മറച്ചു പിടിച്ച് അതിനെ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ ഫൊഗീവ്നെസ് കൊണ്ടും ക്ഷമ കൊണ്ടും ഒക്കെ അവരെ പൂർത്തീകരിക്കുമ്പോഴാണ് ശരിക്കുള്ള പോസിറ്റീവ് പെർഫെക്ഷനിസം അവിടെ ഒരു സ്വർഗത്തിൻ്റെ പുണ്യമായിട്ട് മാറുന്നത്. പെർഫെക്ഷനിസം സ്വർഗത്തിന് പുണ്യമാവണമെങ്കിൽ ഇതുപോലെ ചേർത്ത് പിടിക്കാനും ആലിംഗനം ചെയ്യാനും കുറവുകളെ മറച്ചു പിടിക്കാനും സ്നേഹിക്കാനൊക്കെ പറ്റണം. അവിടെ ശരിക്കും വലിയ അത്ഭുതവും വലിയ പൂർണ്ണതയും സ്വർഗത്തിൻ്റെ പൂർണ്ണതയും സംഭവിക്കും. രണ്ടാമതായിട്ട് ഇങ്ങനെ പെർഫെക്ഷനിസം, പോസിറ്റീവ് പെർഫെക്ഷനിസം പോലും ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ മക്കളെയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിനെ കറക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മേഖലയുണ്ട്. പല കാര്യങ്ങളും അവർ കുറവായിട്ട് ചെയ്യുമ്പോഴോ തെറ്റായിട്ട് ചെയ്യുമ്പോഴോ ചാടിക്കേറി അടിച്ചൊതുക്കി പറയാവുന്ന എല്ലാ മോശം വാക്കുകളും കൊണ്ട് അവരെ അപമാനിക്കാതെയും തകർത്ത് കളയുകയും ചെയ്യാതെ മറിച്ച് അവർ പറയാം, ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ കൂടി ചെയ്താൽ സൂപ്പറായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുഞ്ഞൊരു പടം വരയ്ക്കുന്നു. ആ കുഞ്ഞ് പടം വരച്ചപ്പോൾ കുറേയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറയാം, വളരെ നന്നായിട്ടിരിക്കുന്നു, പക്ഷേ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബ്യൂട്ടിഫുൾ ആവും. അല്ലെങ്കിൽ ഭാര്യ ഭക്ഷണം വെക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണട്ടെ നന്നായിരിക്കുന്നു, പക്ഷേ കുറച്ചുകൂടി സൂപ്പറാണെങ്കിൽ ഇങ്ങനെ ചില വഴികളുണ്ട്, നമുക്ക് ഇങ്ങനെയും പെർഫെക്റ്റ് ആക്കാം. പെർഫെക്ഷൻസ് എന്ന് പറയുന്നത് ഒച്ച ഉണ്ടാക്കലും വലിച്ചു കീറലും തല്ലുണ്ടാക്കലും അല്ലെങ്കിൽ എല്ലാത്തിനും കറക്റ്റ് ചെയ്യലും മാത്രമല്ലോ. ഇങ്ങനെ നൈസായിട്ട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ കറക്റ്റ് ചെയ്യുന്നതിലാണ്, ഒരു ഫ്രറ്റേണൽ കറക്ഷൻ കൊടുക്കുന്നതിലാണ് ഈ പോസിറ്റീവ് പെർഫെക്ഷനിസം എപ്പോഴും സൂപ്പറാവുന്നത്. പിന്നീട് ഒരു വാക്കുകൂടി, നമ്മുടെ അടുത്തിടെ വളരെ സൂപ്പർ ഹിറ്റായി പോയ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നല്ലോ. ആ യൂട്യൂബർ എപ്പോഴും പറയുന്നത്, റോസ്റ്റ് ചെയ്യുന്ന യൂട്യൂബർ, പുള്ളി എപ്പോഴും പറയുന്നത് വിട്ട് കളയണം. പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളും വിട്ട് കളയണം. ഈ പെർഫെക്ഷൻസിനോടുള്ള ഒരു ചെറിയൊരു സജഷൻ കൂടി അതാണ്, പല കാര്യങ്ങളും വിട്ട് കളയണം. നമ്മൾ ഇത്ര മസിൽ പിടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്നേ. കർത്താവ് പല കാര്യങ്ങളും വിട്ട് കളയുന്നതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ ചങ്ക് വിരിച്ചെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചങ്ക് വിരിച്ച് ജീവിക്കുന്നത്, നമ്മൾ ചങ്ക് വിരിച്ച് വീണ്ടും കർത്താവിനുള്ളിൽ കുർബാനയ്ക്ക് പോകുന്നത്. കർത്താവ് പല കാര്യങ്ങളും വിട്ട് കളയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പെർഫെക്ഷനിസം നന്മയും തിന്മയും ഉണ്ട്. ഈ പെർഫെക്ഷനിസം ഒരു നെഗറ്റീവായിട്ടുള്ളവരെ ബാക്കിയുള്ളവർ സഹായിക്കണം. അവർ പോലും അറിയാതെയാണ് ആ കാര്യം അവർക്ക് രൂപപ്പെട്ടിരിക്കുന്നത്, അവർ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് അവരോട് കുറച്ച് കരുണ കാണിക്കണം, കുറച്ച് സ്നേഹം കാണിക്കണം, അവർക്കൊരു അലവൻസ് കൊടുക്കണം. അവർ ചൂടാവുന്നു അല്ല അവരിങ്ങനെയൊക്കെ പറയുന്നത് പലപ്പോഴും ഇന്ന കാരണങ്ങൾ കൊണ്ട്. അടുത്തിടെ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞാണ്, ഒരു ഓൾറെഡി ടീനേജ് കഴിഞ്ഞ പെൺകുട്ടി. അവൾ പറയുകയാണ്, അപ്പൻ എപ്പോഴും ഡാർക്കാണ്, അപ്പൻ്റെ അടുക്ക് പോകുമ്പോൾ സീൻ കോൺട്ര എന്നാണ് പറയുന്നത്. ഒരു വാക്കും ഇടാൻ പറ്റില്ല, കാരണം അപ്പനൊരു പട്ടാളച്ചിട്ട പോലെ എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റേ ഉള്ളൂ, അതിന് നടക്കൊരു ഗ്രേ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇവരോട് നമ്മൾ കുറച്ചുകൂടി കരുണ കാണിക്കും. എനിക്ക് ആ കൊച്ചിനോട് പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യമുള്ളായിരുന്നു, അപ്പൻ അങ്ങനെ ഫോം ചെയ്യപ്പെട്ട ഒരാളാണ്, കുറച്ച് കരുണ അപ്പനോട് കാണിക്കണം, അങ്ങോട്ട് കരുണ കാണിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടാവും. അതുപോലെ തന്നെ കർത്താവിൻ്റെ പൂർണ്ണതയിലേക്ക് വരാനായിട്ട്, ആ കരുണ കൊണ്ട് നിറയാനായിട്ട്, സ്നേഹം കൊണ്ട് നിറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കൊന്ന് ചേർന്ന് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നീ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നീ തന്നെയാണല്ലോ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ രൂപപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് പെർഫെക്ഷനിസത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തമ്പുരാനെ, അത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഒരു ഇന്നർ ഹീലിങ്ങിൻ്റെ കുറവാണെന്ന്. അതുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ ഇന്നർ ഹീലിങ്ങിനോട് പ്രാർത്ഥിക്കുന്നു. ഈ അവസാനത്തെ 2-3 മിനിറ്റുകൾ തമ്പുരാനെ നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ എടുത്തുയർത്തി ഞങ്ങളുടെ ഇന്നർ ഹീലിങ്ങിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക മുറിവുകളെല്ലാം ഉണങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബാല്യത്തിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പേരൻസിൽ നിന്നോ, ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴോ, ഞങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയ പല കാര്യങ്ങൾ കൊണ്ടുമാണ് ഞങ്ങളിപ്പോൾ പല കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ഞങ്ങളുടെ കൺട്രോളിൽ പോലും അല്ല പലപ്പോഴും ഞങ്ങൾ ദേഷ്യപ്പെടുന്നതും ഞങ്ങൾ കറക്റ്റ് ചെയ്യുന്നതും ഞങ്ങൾ പല കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്നതൊക്കെ പലപ്പോഴും ഞങ്ങൾ അറിയുന്നു പോലുമില്ല. തമ്പുരാനെ, ഞങ്ങൾ നിസ്സഹായാവസ്ഥ നീ നോക്കണമേ. നീ ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെയാണല്ലോ. നിനക്ക് എൻ്റെ ജീവിതത്തിന് പുറകിലേക്ക് പോയിട്ട് എനിക്കുണ്ടായ തെറ്റുകൾ കറക്റ്റ് എത്ര എളുപ്പമാണ്. തമ്പുരാനെ, നീ ഒന്ന് ഈ നിമിഷം തൊടണമേ. ഞാൻ മൂലം വിഷമമുണ്ടായിരിക്കുന്ന, മുറിവുണ്ടായിരിക്കുന്ന എല്ലാ വ്യക്തികളും തുടങ്ങണം. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ, എല്ലാവർക്കും ഞാൻ കൊടുത്ത മുറിവുകളുടെ മേഖലകളിൽ നിന്ന് തൊടണമേ. എൻ്റെ തന്നെ മുറിവുകൾ ഉണക്കുകയും മറ്റുള്ളവരോട് തമ്പുരാനെ മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കി എന്നെ ഒരു വിശുദ്ധീകരിക്കണമേ. ഈ ഒരു എൻ്റെ കുറവിൻ്റെ മേഖലയെ തമ്പുരാൻ നിറവാക്കി മാറ്റണമേ. അതോടൊപ്പം തന്നെ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ മൊത്തത്തിലുണ്ടെങ്കിൽ, വല്ലാത്ത ഇംപെർഫെക്ഷൻസ് ഞങ്ങളുടെ കുടുംബത്തെ കാർന്നു നിന്നുണ്ടെങ്കിൽ തമ്പുരാൻ ആ മേഖലയിൽ ഞങ്ങൾക്ക് വെട്ടം തരണമേ. ഞങ്ങൾ ലൂസായിട്ട് പോയ ഞങ്ങളുടെ ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ, ഞങ്ങൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടേണ്ട എന്തെങ്കിലും മേഖലകളുണ്ടെങ്കിൽ തമ്പുരാനെ, ഞങ്ങൾക്ക് ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ ആ വെട്ടം നൽകി ആ മേഖലയിൽ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ആ മേഖലയിൽ വിജയം വരിക്കാനുള്ള കൃപ നൽകണമേ. അമ്മേ മാതാവേ, നീ പ്രത്യേകിച്ച് നസ്രത്തിലെ കുടുംബത്തെ ആ പൂർണ്ണതയിൽ വളർത്തിക്കൊണ്ടുവന്ന പോലെ, ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ, ക്ഷമയിൽ, കരുണയിൽ വളർത്തിക്കൊണ്ടുവന്ന പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാവരും ആ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ വളരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് അച്ഛ. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. ടിൽ ദെൻ ഗുഡ് ബൈ. ഓൺലൈനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ അതിഥികൾക്കും ഒരുപാട് നന്ദി.